ശബരിമല ഇഷ്യൂ ഒരു ക്ലോസ് ചാപ്റ്റർ അല്ല, അതൊരു അടഞ്ഞ അധ്യായമല്ല. പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കുള്ളിലും പിന്നെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തുമാണ് എന്നുള്ളത് പറയുമ്പോൾ ആ കാര്യത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ കാര്യത്തിൽ ഇവരുടെ സ്റ്റാൻഡ് എന്താണ്? പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടായി വരിക. എങ്ങനെ വിഭാഗീയത വരുന്നു? പണ്ടത്തെ പോലെ VS പിണറായി എന്നുള്ളതല്ല. പക്ഷെ ഇപ്പോൾ വരുന്നത് പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരും എന്നുള്ള തലത്തിലേക്ക് ആ സാധനം പുറത്തു വരിക. ഒരു ദേശീയപാത വിരോധിച്ച വിഷയമാണ്. പറഞ്ഞ നന്നായി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വന്നിട്ടുണ്ട്, അതിൽ പങ്കാളിത്തം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമരങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിലെ 14 ജില്ലയിലും ഇത്തരത്തിലുള്ള കേസുകളുമുണ്ട്. സമരങ്ങളുടെ ഭാഗമായതിൻ്റെ പേരിലുള്ള കേസുണ്ട്. അതിലൊരു കേസ് നടപടിക്രമങ്ങൾ പാലിച്ചപ്പം പിഴയടച്ച് തീരേണ്ട ഒരു കേസ് പിന്നെ അങ്ങനെ വന്നു. അതിപ്പം ഇന്ന് കോടതിയിൽ ഹാജരാവാൻ ഇച്ചിരി വൈകി പല കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പിഴയടച്ചു. അതിൻ്റെ ഒരു ടിൽ റൈസ് ഒരു വിധി ഉണ്ടായിരുന്നു, അതും തീർത്തു. അപ്പോൾ ആ കേസ് തീർന്നു. ഇനിയും സമരങ്ങളുടെ പേരിലുള്ള കേസുകൾ കുറേ ഉണ്ട്. അങ്ങനെ ശരിയാച്ചൊരു സ്പ്ലിറ്റ് വന്നു കേസിൽ. ഇപ്പം കേസ് നമ്പറിലൊരു സ്പ്ലിറ്റ് വന്നു. ഇപ്പോൾ 1-2 ആളുകൾ പിന്നെ പിഴയടച്ചുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്പ്ലിറ്റ് വന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തപ്പോൾ കമ്മ്യൂണിക്കേഷനിലും ചിലത് ഇപ്പോൾ അഡ്രസ്സിലൊക്കെ ഒരു ചെറിയ മാറ്റം വന്നല്ലോ. എന്നാലും ഇപ്പോൾ എപ്പോഴാണെങ്കിലും പിന്നെ പിഴ അടച്ച് തീരേണ്ട ഒരു കേസ് തന്നെയായിരുന്നു. കുറേ കേസുകൾ ഉണ്ടായിട്ടുണ്ട് സമരങ്ങളുടെ. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ ഇൻസ്റ്റൻ്റായിട്ട് നടന്ന ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടന്ന ഒരു സമരമാണ്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കേസാണ്. ഇപ്പോൾ ഈ അമൃത് ഭാരത് ട്രെയിനിൻ്റെ വിഷയം മലബാറിൻ്റെ വലിയൊരു നിരാശയുണ്ട് ആ കാര്യത്തിൽ. സ്റ്റോപ്പുകൾ അനുവദിക്കുന്നതിൽ പ്രത്യേകിച്ച് വടകരയാണെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്ന സ്റ്റേഷനിലൊന്നും സ്റ്റോപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇപ്പം വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൊയിലാണ്ടി, വടകര, മാഹി, തലശ്ശേരി 4 പ്രധാനപ്പെട്ട സ്റ്റേഷൻ. അതിൽ തലശ്ശേരിക്ക് മാത്രമാണ് ഇപ്പോൾ സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. വടകര ഉൾപ്പെടെയുള്ള സ്റ്റേഷൻ, വടകര ഇപ്പം നവീകരിച്ച ഒരു സ്റ്റേഷനും കൂടിയാണ്. ഇപ്പം പിന്നെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമുക്ക് കോവിഡ് കാലത്ത് നിർത്തിവെച്ചിരുന്ന ഒരു 3 ട്രെയിനിൻ്റെ സ്റ്റോപ്പ് നമുക്ക് റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടിയെങ്കിലും ഈ ട്രെയിനിന് കൂടുതൽ സ്റ്റോപ്പുകൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് ആവശ്യവുമാണ്, ജനത ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പം പാർലമെൻറ്റ് സമ്മേളനം നാളെ തുടങ്ങുകയാണ്. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലെ MP-മാരെല്ലാവരും കൂടെ ചേർന്ന് നാളെ ബഹുമാനപ്പെട്ട റെയിൽവേ മിനിസ്റ്ററെ കണ്ട് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്റ്റോപ്പ് എന്നുള്ളത് എല്ലായിടങ്ങളിലും പാലിക്കപ്പെട്ടിട്ടുമില്ല. ചിലയിടങ്ങളിൽ കൂടുതൽ സ്റ്റോപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതേ മാനദണ്ഡങ്ങളും സ്റ്റേഷൻ്റെ ഇൻകവും വരുമാനമൊക്കെ വെച്ച് നോക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ പോലും കിട്ടേണ്ടതുള്ള അർഹതയുള്ള വടകര ഉൾപ്പെടെയുള്ള സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ലഭ്യമാക്കണമെന്ന് ബഹുമാനപ്പെട്ട റെയിൽവേ മിനിസ്റ്ററെ നേരിട്ട് കണ്ട് അടുത്ത ദിവസങ്ങളിൽ അറിയിക്കാനും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനും ശ്രമിക്കും. ഞാൻ ഇന്ന് ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ശബരിമല ഇപ്പോൾ ഇന്നുൾപ്പെടെയുള്ള ഇഷ്യൂസ് നമ്മൾ കണ്ടല്ലോ. ഇന്ന് രാവിലെയും പഴയ പിന്നെ ദേവസ്വം ബോർഡ് ചെയർമാനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ശബരിമല ഇഷ്യൂ ഒരു ക്ലോസ് ചാപ്റ്റർ അല്ല, അതൊരു അടഞ്ഞ അധ്യായമല്ല. അതിനകത്ത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. കോടതി ഇന്നും നിരീക്ഷിച്ചത് SIT കുറ്റപത്രം ഉൾപ്പെടെയുള്ള സമർപ്പിക്കുന്ന കാര്യത്തിലുണ്ടാകുന്ന വീഴ്ചകളെ സംബന്ധിച്ച ഒന്ന്. ഗവൺമെൻറ് ശ്രമിക്കുന്നത് കൂടുതൽ ആളുകൾ, ഹയർ അപ്സിലുള്ള കൂടുതൽ ആളുകളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ അവരെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രഷർ SITയുടെ മേലെ കൊടുക്കുകയാണെന്നുള്ള സംശയമാണ് കോടതിക്ക് പോലും ഉണ്ടാകുന്നത്. ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിപ്പം ഞങ്ങളാരും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കേസല്ല. കോടതി തന്നെ നേരിട്ട് ഇടപെട്ടതും കോടതി തന്നെ SITയെ നിയോഗിച്ചതും കോടതി നിയോഗിച്ച SIT ആയതുകൊണ്ടാണ് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നത്. CPM അതിനകത്തൊക്കെ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇത്തരം വലിയൊരു അഴിമതി നടത്തി ശബരിമലയിലെ ഒരു കൊള്ള, ആ കൊള്ളക്ക് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ, ആ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ പാർട്ടി എല്ലാം മൈറ്റു ഉപയോഗിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുക, പാർട്ടിയിൽ നിന്നൊരു നടപടി എടുക്കാതിരിക്കുക, ഒരു ഷോക്കോസ് പോലും ചോദിക്കാതിരിക്കുക. പക്ഷേ അതേസമയം പാർട്ടി ഒരു ധീരനായ രക്തസാക്ഷിയുടെ പേരിൽ നടത്തിയ പണപ്പിരിവിൽ, ആ പണപ്പിരിവിൽ പാർട്ടി നടത്തിയ വെട്ടിപ്പിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പാർട്ടി നിയോഗിച്ച ഓഡിറ്റർ എന്നുള്ള നിലക്ക് ഒരു ജില്ലാ കമ്മിറ്റി അംഗം പറയുമ്പോൾ ഒരു കാര്യം, ഒരു വിരോധാഭാസം. പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കുള്ളിലും പിന്നെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തുമാണ് എന്നുള്ളത് പറയുമ്പോൾ ആ കാര്യത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ കാര്യത്തിൽ ഇവരുടെ സ്റ്റാൻഡ് എന്താണ്? പിന്നെ ഒരു കാര്യം, ഇപ്പോൾ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ സാമ്പത്തിക സോഴ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ വലിയ ഓഡിറ്റർമാരാണ് ഇവരെല്ലാവരും. ഇവരുടെ നേതാക്കന്മാർ CAGയെ വെല്ലുന്ന ഓഡിറ്റർമാരാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കാര്യം വരുമ്പോൾ. അവിടെ ഓഡിറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റുമാരെ പോലെയാണ് ഇവരൊക്കെ പെരുമാറാറ്. പക്ഷെ അവരുടെ പാർട്ടിയിലെ ഒരു കാര്യം അവരുടെ പാർട്ടിയുടെ തന്നെ നിയോഗിച്ച ഒരു ഓഡിറ്റർ പുറത്തു കൊണ്ട് വന്നപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താ കാര്യം എന്നാണ് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ചോദിക്കുന്നത്. അപ്പോൾ ആ ഓഡിറ്റിംഗ് സ്വഭാവം എന്തേ കൈമോശം വന്നത്?
രക്തസാക്ഷികളോടാണ്. ഇപ്പം ഞാൻ നേരത്തെ ഇന്ന് രാവിലെ ഇവിടെ പറഞ്ഞതുപോലെ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടായി വരിക. എങ്ങനെ വിഭാഗീയത വരുന്നു? പണ്ടത്തെ പോലെ VS പിണറായി എന്നുള്ളതല്ല. പക്ഷെ ഇപ്പോൾ വരുന്നത് പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരും എന്നുള്ള തലത്തിലേക്ക് ആ സാധനം പുറത്തു വരിക. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരായി കുറച്ച് പേര് മാറുന്നതിൻ്റെ പ്രയാസമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെളിപ്പെടുത്തലും നടത്തിയ ആളുകൾക്കെതിരായിട്ടുള്ള ഈ പ്രതികാര നടപടികൾ.